ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അഫ്സ വേൾഡ്. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മുമ്പ് എപ്പോഴും നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ഇന്നും ക്രാഫ്റ്റ് അല്ല ചെയ്യുന്നത്. ഇന്ന് ക്രാഫ്റ്റാണ്, പക്ഷേ പേപ്പർ ക്രാഫ്റ്റ് ആയിട്ടല്ല. ഈ ബെസ്റ്റ് ഔട്ട് ഓഫ് വേസ്റ്റ് എന്നൊക്കെ പറയില്ലേ, അതേപോലത്തെ ഒരു സാധനം. ഞാനൊക്കെ ട്യൂഷന് പോയിട്ട് വരുമ്പോൾ എൻ്റെ കയ്യിൽ 5-10 രൂപ വല്ലതും കാണും. അപ്പോൾ ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ കുടിക്കാൻ വേണ്ടി ഞാൻ ഇതേപോലത്തെ ആപ്പി ഫിസിൻ്റെയും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കമ്പനിയുടെ ക്യാൻഡ് ജ്യൂസൊക്കെ വാങ്ങിക്കും. അതേപോലെ വാങ്ങിച്ച് ഞാൻ പോയിട്ട് വന്നപ്പോൾ വാങ്ങിച്ചതാണ് ഇത്. സോ ഇത് വീട്ടിൽ കിടന്ന് നശിച്ചപ്പോൾ എനിക്കൊരു ഐഡിയ തോന്നി, ഇത് വെച്ച് എന്തെങ്കിലും ഒരു ക്രാഫ്റ്റ് ചെയ്യാമെന്ന്. സോ നമുക്ക് ട്രൈ ചെയ്യാം. അതിന് വേണ്ട നിങ്ങൾക്ക് ഇതേപോലത്തെ ഒരു കുപ്പി, കുറച്ച് പശ, 2 കളേഴ്സ്. ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന വൈറ്റ് നിങ്ങൾക്ക് എന്തായാലും വേണം. പിന്നെ റെഡാണ് ഞാൻ എടുത്തിരിക്കുന്നത്. റെഡിൻ്റെ സ്ഥാനത്ത് നിങ്ങൾക്ക് ഏതെങ്കിലും വേറെ ഏതെങ്കിലും കളർ വേണം തോന്നുകയാണെങ്കിൽ അതെടുക്കാം. പിന്നെ ഇതേപോലത്തെ ഒരു പ്ലേറ്റ്, പിന്നെ കുറച്ച് അരി കുറച്ച് മതി. ഞാനിപ്പോൾ ഇത് കുറച്ച് കൂടുതലാണ് എടുത്തിരിക്കുന്നത്. ഞാൻ ഒരു കൈയിൻ്റെ അളവിൽ മതി. ആദ്യം ആ ബോട്ടിലെടുത്ത് അതിൻ്റെ ക്യാപ്പ് തുറക്കണം. ക്യാപ്പ് മാറ്റി വെച്ചിരുന്നു. അത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കുടഞ്ഞ് കളയാം. ഞാനിപ്പോൾ ഇത് കഴുകി എടുത്തിരിക്കുന്നതാണ്. നമ്മൾ മാറ്റി വെച്ചിരുന്ന ആ വൈറ്റ് പെയിൻറ്റ് തുറക്കണം. ബ്രഷ് എടുത്തിട്ട് ആ വൈറ്റ് പെയിൻറ്റ് മുക്കി ആ ബോട്ടിൽ ഫുള്ളായിട്ട് അങ്ങ് അടിച്ചോ. ഫുള്ളായിട്ട് അടിച്ചോ. സോ അത് നമ്മൾ സൈഡിൽ വെച്ചിട്ടുണ്ട്. അതൊന്ന് നല്ലോണം ഉണങ്ങട്ടെ. ആ സമയം കൊണ്ട് നമ്മൾ എടുത്തു വെച്ചിരുന്ന റെഡ് കളർ കളർ പെയിൻ്റ് എടുത്ത് നമ്മൾ വെച്ചിരുന്ന അരിയിൽ നിന്നും കുറച്ചെടുത്ത് ഇങ്ങ് മാറ്റിയിടുക. ഇനി നിങ്ങൾക്ക് ഗ്ലൗസ് വല്ലതും ഉണ്ടെങ്കിൽ ഗ്ലൗസ് ഇടണം. ഉണ്ടായിരുന്ന ആ റെഡ് കളർ പെയിൻ്റ് എടുത്ത് പക്ഷെ അതിലൊന്ന് ഒഴിച്ചിട്ട് എല്ലാം ഒന്ന് ചേർക്കണം. പെയിൻറ്റ് കയ്യിലാവാതിരിക്കാനാണ് ഗ്ലൗസ് ഇടാൻ പറഞ്ഞത്. ഗ്ലൗസ് ഇടാതിരിക്കുന്നതാണ് നല്ലതെന്ന് തോന്നുന്നു. അപ്പം ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് വേണമെന്ന് തോന്നുകയാണെങ്കിൽ ഇടാം. ഞാൻ എന്തായാലും ഇടുന്നില്ല ഇപ്പോൾ തൽക്കാലം. അപ്പോൾ ഉള്ള അരി നമ്മൾ എന്തായാലും കളർ ചെയ്തിട്ടുണ്ട്. ആ അരി നിങ്ങളിലുള്ള ഏതെങ്കിലും ന്യൂസ് പേപ്പർ എടുക്കുക. രണ്ടായിട്ട് കീറിയതിന് ശേഷം എടുത്ത് വെച്ചിരുന്ന ബോട്ടിൽ അടച്ച് മിക്സ് ചെയ്ത അരി അങ്ങ് അതിലോട്ട് തട്ടുക. സോ അത് സൈഡിൽ ഇരിക്കട്ടെ. ഞാൻ ഒന്ന് കൈ കഴുകിയിട്ട് വരാം. സോ കൈയും കഴുകിയിട്ടുണ്ട്. ബാക്കിയുള്ള അരിയും തട്ടുക. അതിൽ നമ്മൾ മാറ്റി വെച്ചിരുന്ന ആ വൈറ്റ് പെയിൻറ്റ് കുറച്ച് തട്ടുക.
എന്നിട്ട് അതിനെ മിക്സ് ചെയ്തു. എല്ലാത്തിലും ഒന്നാവുന്ന രീതിയിൽ മിക്സ് ചെയ്ത് അപ്പോൾ ഒരു വൈറ്റ് കളറായിട്ടുണ്ട്. ഈ സമയം കൊണ്ട് നമ്മൾ മാറ്റി വെച്ചിരുന്ന എന്താ പറയുക, നമ്മൾ വൈറ്റ് പെയിൻ്റ് അടിച്ച ആ ബോട്ടിലൊന്ന് ഉണങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അത് നമുക്കൊന്ന് എടുത്ത് നോക്കാം. ഇതിപ്പോൾ ഇതിൽ തട്ടിയിട്ടുണ്ട് ഞാൻ. ഒരു കൂടെ ഒന്ന് കൈയും പാത്രവും കഴുകിയിട്ട് വരാം. ബൈ, ജസ്റ്റ് വെയിറ്റ്. സോ ഞാൻ എൻ്റെ കൈ കഴുകിയിട്ട് വന്നു, പാത്രം വൃത്തിയാക്കി. നമ്മൾ ചെയ്ത അരിയുടെ ഭാഗം ഒന്ന് സൈഡിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. നേരത്തെ നമ്മൾ ചെയ്ത ബോട്ടിൽസ് അതൊന്ന് ഉണങ്ങിയിട്ടുണ്ട്. ഞാൻ ഗ്ലൂ എടുത്ത് വെക്കാൻ നേരത്തെ നിങ്ങളത് പറഞ്ഞില്ലേ, അതൊന്ന് മിക്സ് ആക്കിയിട്ട് ഈ ബോട്ടിലോട്ടൊന്ന് അടിച്ചു കൊടുക്കുക. ഇത് നമ്മളിപ്പോൾ ചെയ്യുന്ന ഒന്ന് ഷൈൻ ആവാൻ വേണ്ടിയാണ് ചെറുതായിട്ട്. ശേഷം അതും മാറ്റി വെച്ച് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യുക. നമുക്കൊന്ന് വെയിറ്റ്. സോ നമ്മൾ ചെയ്ത എല്ലാം ഉണങ്ങിയിട്ടുണ്ട്. ഇനി വീണ്ടും നമ്മളെടുത്ത ആ പശ ഒന്ന് മിക്സ് ചെയ്തിട്ട് അതി അടിക്കണം. പക്ഷെ എല്ലായിടത്തും നല്ലോണം ഒന്ന് പിടിക്കുന്ന രീതി ആക്കുക. ബോട്ടിൽ അങ്ങനെ ആക്കിയ ശേഷം നമ്മൾ രണ്ടാമത് അടിച്ച ബോട്ടിൽ അങ്ങ് മാറ്റിയിട്ട് നമ്മൾ ചെയ്ത വൈറ്റും റെഡും മിക്സ് ചെയ്യുക. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അത് എന്നിട്ട് ആ ബോട്ടിലെടുത്ത് ബോട്ടിലിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കും. നല്ലതോണം അതിൻ്റെ മുകളിൽ എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കുക. ഇനി അത് ആവശ്യത്തിന് വെച്ചിട്ട് കുറച്ച് നേരം അതും ഉണങ്ങാൻ വെക്കണം. ഇത് എങ്ങനെ ഇരിക്കും, അത് കുറച്ച് നേരം ഉണങ്ങാൻ വെച്ചിട്ട് നമുക്ക് വീണ്ടും നോക്കാം. എവിടെയെങ്കിലും ഒട്ടിയില്ലെന്ന് തോന്നുന്നെങ്കിൽ നമുക്ക് വീണ്ടും ഗ്ലൂ തേച്ചിട്ട്. സോ ഇതാണ് നമ്മളെ ഫൈനൽ പ്രോഡക്റ്റ്.
ഇത് വേണമെങ്കിൽ നിങ്ങൾക്കൊരു സ്റ്റോറേജ് പെൻസിൽ പെൻ അങ്ങനത്തെ സ്റ്റോറേജ് ആയിട്ട് ഉപയോഗിക്കാം, അല്ലെങ്കിൽ എവിടെയും വെച്ചൊരു ഡിസൈനറായിട്ട് ഉപയോഗിക്കാം. പല രീതിയിൽ ഉപയോഗിക്കുന്നതാണ്. സോ പ്ലീസ് ഷെയർ, സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് കമൻറ്റ് ഫോർ മോർ വീഡിയോസ്. താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ.